ഹായ് ഫ്രണ്ട്സ്, സുഖമാണ് എല്ലാവർക്കും. ഇതൊരു ഖത്തറിലെ ഒരു മാളാണ്. ദോഹ ഖത്തറിലെ മൻസൂറ എന്ന സ്ഥലത്തുള്ള അൽമീര എന്നൊരു മാളാണ്. ഈ മാൾ നമുക്ക് കണ്ടാലോ? പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അകത്തോട്ട് എൻട്രൻസ് ആണ്, അകത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് എടുത്ത് അയച്ച വീഡിയോയാണ്. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാനാണ്. വോയിസ് ഓവർ ഇല്ലാതെ എഡിറ്റ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് എന്താ ഇപ്പം ഞാൻ തന്നെ പോയി വീഡിയോ എടുത്ത് അത് യൂട്യൂബിലിടുമ്പോഴത്തേക്കും ക്ലിയറായിട്ട് എനിക്ക് എന്തൊക്കെയാണ് എവിടെയൊക്കെ എന്നൊക്കെ പറയാൻ കഴിയും. പക്ഷേ ഇതെനിക്കൊന്നും ഒരു പിടുത്തമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയതല്ലല്ലോ ഇവിടെ ഒന്നും. ഹസ്ബൻഡ് എടുത്ത് അയച്ചു തന്നതായതുകൊണ്ട് ഞാൻ ഒന്ന് ശ്രമിക്കാം. ഇതിപ്പോൾ റമദാനല്ലേ അവിടെ, അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സാണ്. റമദാൻ ആയതുകൊണ്ട് ഈ മാള് ഫുള്ളും റമദാൻ്റെ ഒരുക്കങ്ങളാണ്. അറബി നാടുകളിലായാലും നമ്മുടെ കേരളത്തിലായാലും റമദാൻ എന്ന് പറയുമ്പോൾ അത് പുണ്യമാസമാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മളെ വീടുകളിലായാലും നാട്ടിലായാലും കാണും. അതുപോലെയാണ് ഖത്തറിലും. ഈ ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നുണ്ട്. എന്ത് തരം ആപ്പിളാണ് നിൽക്കുന്നത്. മാങ്ങ, പൈനാപ്പിൾ, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. നല്ല കണ്ടിട്ട് ഫ്രഷ് ആണെന്നാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചായിരുന്നു ഇതൊക്കെ ഫ്രഷ് ആണോയെന്ന്. അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഫ്രഷ് ആയിരിക്കും, അല്ലാതെ പിന്നെ ഫ്രഷ് അല്ലാതെ ആയിരിക്കുമോ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നു. ഇത് പഴം, ബനാന. എന്ത് വലിപ്പമല്ലേ. നമ്മുടെ നാട്ടിലും ഉണ്ട് പഴം, പക്ഷേ ഇവിടെയെല്ലാം വെറൈറ്റി സാധനങ്ങളാണ്. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ എന്താ ഭംഗി. പുളി പുളി നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോൾ ഇങ്ങനെ പുളിയെ കാണാൻ കിട്ടാറില്ല. മരത്തിൽ നിൽക്കുന്ന കാണാം, അല്ലാതെ കയ്യിൽ നമുക്ക് പുളിയായിട്ട് കിട്ടിയിട്ടില്ലല്ലോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുളിയല്ലേ ഉള്ളൂ. വീണ്ടും ആപ്പിൾ. എത്ര വെറൈറ്റി ആപ്പിൾസ് ആണല്ലേ. വീണ്ടും പുളി. അപ്പോൾ ചെറുതിലൊക്കെ ഈ പുളി തറയിൽ വീണ് കിടക്കുമ്പം ഓരോന്നും എടുത്ത് കഴിക്കും. ഇപ്പോൾ ആ പുളി വീണ് എവിടെയെങ്കിലും കണ്ടാൽ പോലും കാണാനില്ല. അഥവാ എവിടെയെങ്കിലും കണ്ടാൽ പോലും തിരിഞ്ഞു പോലും നോക്കില്ല. ഇത് വായിൽ പറഞ്ഞുകൊണ്ടില്ല. ക്യാപ്സിക്കം ആണ് കേട്ടോ. ഇത് കത്തിരിക്ക. ഓക്കെ, വീണ്ടും ക്യാപ്സിക്കം. മഞ്ഞ ബൾബുകൾ പാട്ടാ ഓർമ്മ വരുന്നത് ക്യാപ്സിക്കം കണ്ടപ്പോൾ. അടുത്ത് കത്തിരിക്ക. ഇതൊക്കെ വെജിറ്റബിൾ സൈഡിലോട്ടാണ് പോയതെന്ന് തോന്നുന്നു. വെജിറ്റബിൾ. വീണ്ടും ഫ്രൂട്ട്സിലോട്ടെത്തി. ഇതിൻ്റെ പേരെന്തോ പറയില്ല, എന്തോ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇത് ബീഡ്സ് ആണല്ലോ. പിന്നെന്താ, പലതരം വെറൈറ്റി ഫ്രൂട്ട്സുകളാണ്. വീണ്ടും പുളി. ഇവിടെ ഫുള്ള് പുളിയാണെന്ന് തോന്നുന്നത്. അങ്ങനെ വീണ്ടും ഫ്രൂട്ട്സ് ഐറ്റത്തിൽ തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത്. നോമ്പല്ലേ, റമദാനല്ലേ, അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് ആയിരിക്കും കൂടുതൽ. എല്ലാ മാർക്കറ്റിലായാലും മാളിലായാലും കൂടുതലും ഫ്രൂട്ട്സ് ആയിരിക്കും. പൈനാപ്പിൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ മാങ്ങ. വെറൈറ്റി ഫ്രൂട്ട്സാണ്. ഇത് നമ്മുടെ നാട്ടിൽ ചേനയും ചേമ്പും മരിച്ചീനിയും എല്ലാം ഉണ്ടല്ലോ. കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, കിഴങ്ങ് സാധനങ്ങൾ. തേങ്ങ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തേങ്ങ കിട്ടാനേ ഇല്ല. തേങ്ങ എന്നൊരു സംഭവം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സിൻ്റെ അവിടേക്ക് തേങ്ങയ്ക്കൊക്കെ എന്താ റേറ്റ്? തേങ്ങയ്ക്ക് വില എത്രയാണ്? ഇത് ബൺ ഐറ്റമാണ്. സത്യം പറയട്ടല്ലോ, ഞാൻ പോയി എടുത്ത വീഡിയോ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട്, കുറച്ച് എന്താ പറയുക, ക്ലിയറായിട്ടും വ്യക്തമായിട്ടും ഏതൊക്കെയാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇത് ഞാൻ എടുത്ത വീഡിയോ അല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മ്യൂട്ടായിട്ട് ഇടാനും പറ്റില്ല. അല്ലാതെ അവിടുത്തെ സംസാരിച്ചു കൊണ്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ ഭർത്താവ് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോയത്. അവരുടെ സംസാരം ഇതിൽ ഉൾപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വേറെ സോങ് ആഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ പറ്റുന്നില്ല, അത് കോപ്പിറൈറ്റ് വരും. അപ്പോൾ കരുതി ഞാൻ തന്നെ വീണ്ടും തുടങ്ങാം, വോയിസ് ഓവർ ഇട്ട് കൊടുക്കാം.
പറ്റുമോ എന്നറിയില്ല. ഇതൊക്കെ ബണ്ണാണ്. എത്ര വെറൈറ്റി ബണ്ണുകളാണെന്നൊക്കെ. ഇത് മട്ടനാണ് കേട്ടോ. മട്ടനെ മുഴുവനായിട്ട് നിർത്തിയിരിക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണോ എന്ന് ഞാനേ ഞെട്ടിപ്പോയി കണ്ടപ്പോൾ. ഇങ്ങനെയാണോ? നോക്കൂ, ഒരു മട്ടനെ മുഴുവനായിട്ട് നിർത്തിയിരിക്കുക. എന്തായാലേ, ഇത് ജീവനുള്ള മീനാണ്. ഇത് ഇഷ്ടമുള്ളത് പിടിച്ചുകൊണ്ട് പോയി കട്ട് ചെയ്ത് കഴിക്കുമായിരിക്കും. അങ്ങനെയായിരിക്കാം, അറിയില്ല. അങ്ങനെയായിരിക്കാം, അതുകൊണ്ടല്ലേ അവിടെ കിടക്കുന്നത്. ഓക്കെ, ഇത് ചെമ്മീൻ കൊഞ്ച്. പല നാട്ടിൽ പല ഇതാണല്ലോ പറയുന്നത്. നമ്മുടെ ഇവിടെ കൊഞ്ചെന്നാണ് പറയുന്നത്. കൊഞ്ച് മീൻ ഐറ്റങ്ങളാണെന്നാണ്, ഫിഷ് ഐറ്റങ്ങളാണ് ഒരുപാട്. കൊഞ്ച്, വീണ്ടും മീനാണല്ലോ. അതെന്ത് മീനല്ലേ കണ്ണാടി കൂട്ടിലോ? വാവ്, ചോക്ലേറ്റ്. എന്താ ചോക്ലേറ്റ്? കണ്ടപ്പോൾ തന്നെ കാണാനേ എന്ത് ഭംഗി, കഴിക്കാൻ അപ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും. വീണ്ടും ചോക്ലേറ്റ് ആണല്ലോ. മക്കൾ കയ്യിൽ കിട്ടിയാൽ മതി, എപ്പോൾ കഴിച്ച് നേട്ടിയാൽ മതി ഈ മുട്ടായൊക്കെ. അതെന്താ? അതും ചോക്ലേറ്റ് ആയിരിക്കാം. ഇത് വെറൈറ്റി ചോക്ലേറ്റ് അല്ലേ ഫ്രണ്ട്സ്? ഇത് വെള്ളമാണ് കേട്ടോ, പച്ചവെള്ളം, സാധാ പച്ചവെള്ളമാണ്. അവിടെ പച്ചവെള്ളത്തിന് പോലെ എന്താ റേറ്റ്. നമ്മുടെ നാട്ടിലും പച്ചവെള്ളത്തിന്, ഇപ്പോൾ പിന്നെയും ബോട്ടിൽ വെള്ളം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതിനും റേറ്റ് തന്നെയാണ്. പക്ഷെ ഭംഗിയുള്ള കുപ്പിയിലൊക്കെ ആയിരിക്കും, നല്ല ഭംഗിയായിട്ട് അടച്ചു വെച്ചിരിക്കുന്നുണ്ട്. വെള്ളത്തിനൊക്കെ ഒരു വെറൈറ്റി ഉണ്ട്. ഓക്കെ, വെള്ളത്തിനേക്കാളും ഭംഗി കുപ്പിയാണ്. എന്താ നല്ല ഭംഗിയുള്ള കുപ്പികൾ. വീണ്ടും പോവുകയാണ്. പൊയ്ക്കോ. വീണ്ടും വെള്ളം. സ്പീഡ് ചെയ്തിടാം, എഡിറ്റ് ചെയ്ത് സ്പീഡ് ചെയ്യാമെന്ന് ആദ്യം കരുതിയത്. പിന്നെ കരുതി വേണ്ട, ഇങ്ങനെ കിടക്കട്ടെ. ഇതൊരു ഓർമ്മയില്ല. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പോയൊരു ഫീൽ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ അതുണ്ടാകില്ല. എന്നാലും കുഴപ്പമില്ല. ആയിഷോ, ഇതെന്താ തല തിരിഞ്ഞു പോയ വീഡിയോ? ഓക്കെ, എഡിറ്റ് ചെയ്തതിൽ ഇത് അറേബ്യൻ ഫുഡാണ് കേട്ടോ. അറേബ്യൻ ഫുഡ്സാണത്, ഇതെല്ലാം അറേബ്യൻ ഫുഡാണ്. ഇതും അറേബ്യൻ ഫുഡാണ് എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അവിടുത്തെ അറേബ്യൻ ഫുഡൊക്കെയാണെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ ഐറ്റമാണോ എന്തൊക്കെയാണെന്നൊന്നും ഒരു പിടുത്തം എനിക്കില്ല. ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുക. ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നു, അത് കലക്കി, സൂപ്പർ. ഇതിൻ്റെയൊക്കെ ഓരോ ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഷോർട്സിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, എന്താ ഭംഗിയല്ലേ. ഇത് ഷോക്സിൻ്റെ വീഡിയോ എടുത്തിട്ടിരിക്കുന്നു. ഞാൻ ഹസ്ബൻഡ് ഒരുപാട് പാർട്ടായിട്ടാണ് അയച്ചു തന്നത്. ഞാൻ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ വീഡിയോ ആക്കി. പക്ഷെ ഇപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത് ഈ ഷോർട്സ് ഉണ്ടല്ലോ. ഷോർട്സ് ആകട്ടെ, ഷൂ ആകട്ടെ, മൊത്തത്തിൽ എല്ലാം കൊള്ളാം, ഒരു വെറൈറ്റി. ലാസ്റ്റ് ഇതാ പൂക്കൾ. പൂവാണല്ലോ, പൂവല്ല ബൊക്കയാണെന്ന് തോന്നുന്നു, പലതരത്തിലുള്ള ബൊക്കകൾ. കൊള്ളാം. വീണ്ടും എവിടെ പോകുന്നു? വീണ്ടും ഫ്രൂട്ട്സാണോ? പാക്കറ്റ് ഫ്രൂട്ട്സാണോ? കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാക്കറ്റ് ഫ്രൂട്ട്സാണ് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.